കാവ്യഭംഗി നിറഞ്ഞു നിൽക്കുന്ന നിരവധി ഗാനങ്ങളും മലയാളത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒട്ടനവധി കവിതകളും മലയാളിക്ക് സമ്മാനിച്ച യൂസഫ് അലി കേച്ചേരി 80ന്റെ നിറവിൽ. ഈ മാസം 16-നാണ് അദ്ദേഹത്തിന് 80 വയസ്സ് തികയുന്നത്. വർത്തമാനത്തിന് മുൻപേ ഞാൻ സൂചിപ്പിച്ചു, അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളതെന്ന്. ഒഴുകുന്നു മന്ദമൻ ഗ്രാമത്തിലൂടെന്നും പുഴയെന്നു പേരുള്ള ഓമനത്തം. പഴമക്കാർ വൻനദി കാണാത്തോർ കേച്ചേരി പുഴയെന്നതിനെ വിളിച്ചതാവാം. ആ പുഴയുടെ പഴമയും തെളിമയുമെല്ലാം വിസ്മയത്തോടെ അനുഭവിച്ചിറഞ്ഞ ഒരു ബാലൻ ആ പുഴയ്ക്ക് കൂട്ടായി ഒരു കാലത്തുണ്ടായിരുന്നു. പുഴയുടെ നേർത്ത ഓളങ്ങളിൽ കവിതയുടെ കൈവളക്കിലുക്കവും പുഴയെ തഴുകി വരുന്ന കാറ്റിൽ മാപ്പിളപ്പാട്ടിന്റെ ഈരടികളും കേട്ട ആ കുട്ടി വളർന്നപ്പോൾ കവിയായി, ഗാനരചയിതാവായി, പ്രകൃതിയുടെ നിത്യോപാസകനായി. ആ കാവ്യസബരയ്ക്ക് 80 വർഷങ്ങളുടെ ദൈർഘ്യകാലം അടയാളപ്പെടുത്തുമ്പോൾ മനസ്സ് ഒരു കൗതുകത്തോടെ പോയ കാലത്തെ തിരിഞ്ഞു നോക്കിയേക്കാം. പി ഭാസ്കരനും വയലാറും ONVയുമെല്ലാം നിറഞ്ഞു നിന്ന ഒരു സുവർണ കാലത്തിന്റെ പ്രതീകം കൂടിയാണ് യൂസഫ് അലി. ദേവരാജനും ബാബുരാജും കെ രാഘവനും MB ശ്രീനിവാസനും എന്നുവേണ്ട പുതുതലമുറയിലെ ഗോപി സുന്ദറും അഫ്സൽ യൂസഫും വരെ ആ വരികളിൽ തങ്ങളുടെ ഇടങ്ങളെ സംയോജിപ്പിച്ചു. പാട്ടെഴുത്തുകാർ ഭ്രഷ്ട് കൽപ്പിച്ച സംസ്കൃതത്തെ പോലും യൂസഫ് അലി ഗാനവീതിയിലൂടെ നടത്തിച്ചപ്പോൾ അവ സാധാരണക്കാരന് പോലും ആസ്വാദികരമായി. തലമുറകളിലൂടെ കടന്നുപോയ കാലം അതിന്റെ ശീലങ്ങളും ചിട്ടവട്ടങ്ങളും മാറ്റുമ്പോഴും പ്രായഭേദമന്യേ ആസ്വാദക മനസ്സിൽ ഇന്നും തുയിലുണർത്തുന്നു ആ തൂലിക തീർത്ത ഗാനശില്പങ്ങൾ. ശ്രീ യൂസഫ് അലി കേച്ചേരിയാണ് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായുള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ആശംസകൾ സർ. അതോടൊപ്പം പോയ ഒരു 80 കൊല്ലത്തെ 80 വർഷങ്ങളെ സാറ് എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യമായി തന്നെ ഞാൻ എൻ്റെ പ്രണാമങ്ങൾ കൈരളിക്ക് അർപ്പിക്കട്ടെ. നിങ്ങളുടെ ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കട്ടെ. കഴിഞ്ഞ 50 കൊല്ലം ഈശ്വരൻ്റെ എന്നിൽ കവിത നിറച്ചു. അതിന് പ്രധാന കാരണം എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ ധാരാളം മാപ്പിളപ്പാട്ട് അറിയാവുന്ന ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ ഉമ്മയുടെ ഉപ്പ ഏരംകുളം അഹമ്മദ് വൈദ്യർ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹവും ധാരാളം പാട്ടുകൾ എഴുതാറുണ്ട്. അത് എൻ്റെ ഉമ്മ പാടിത്തരും. ചെറുപ്പം മുതൽ മുലപ്പാലോടൊപ്പം ഞാൻ ഒട്ടി നുണച്ചത് ആ മാപ്പിളപ്പാട്ടിൻ്റെ മാധുര്യമാണ്. അതിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ ഞാനും പാടാൻ തുടങ്ങി. പക്ഷെ പിന്നീടാണ് ഞാൻ സംസ്കൃതം പഠിച്ചത്. ഈ സംസ്കൃത പഠനമാണ് എന്നെ, ഇത് മാപ്പിളപ്പാട്ട് മാത്രമല്ല, ഇതിൽ വലിയ പുഴയും വലിയ സാഗരങ്ങളും അപ്പുറത്ത് കിടക്കുന്നുണ്ട്, കാളിദാസൻ മുതലായിട്ടുള്ള കവികളുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോൾ അവരൊക്കെ മൂലത്തിൽ തന്നെ പഠിക്കാൻ എനിക്കൊരാഗ്രഹം ഉണ്ടായി. ആ ആഗ്രഹത്തിൽ നിന്നാണ് KP നാരായണ പിഷാരടിയുമായിട്ട് ഞാൻ പരിചയപ്പെട്ടതും അദ്ദേഹം എന്നെ സംസ്കൃതം പഠിപ്പിച്ചതും. എൻ്റെ ഒടുവിലത്തെ പുസ്തകം ഗുരുബ്രഹ്മം എന്ന പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ ആ ഗുരുനാഥന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം സാധാരണ പറയുമായിരുന്നു, സംസ്കൃത പരിജ്ഞാനമില്ലാത്ത ഒരു മലയാളിക്കും മലയാള ഭാഷ സുന്ദരമായും തെറ്റുകൂടാതെയും കൈകാര്യം ചെയ്യാൻ സാധ്യമല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുമായിരുന്നു. കാരണം നമ്മുടെ മിക്ക വാക്കുകളും, നമ്മുടെ ദാഹം എന്നുള്ള വാക്കടക്കം, ഗർഭം, പ്രസവം, ഇതിനൊന്നും വേറെ മലയാള പദങ്ങളില്ല. അപ്പോൾ നമ്മുടെ വല്ലാതെ കടപ്പെട്ടിരിക്കുന്ന സത്യത്തിൽ സംസ്കൃതത്തിനോടാണ്. നമ്മുടെ സന്ധി നിയമങ്ങൾ, സമാസ നിയമങ്ങൾ, ഇതെല്ലാം സംസ്കൃതത്തിൽ നിന്ന് നാം കടമെടുത്തതാണ്. അപ്പോൾ പിന്നെ ഇന്ത്യ ഒട്ടുക്ക് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ മഹർഷിമാരാണ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തതും അത് ആ സംസ്കാരം ഉൾക്കൊള്ളുവാൻ വേണ്ടി അതിന് പറ്റുന്ന ഒരു സംസ്കൃത ഭാഷ പുതിയതായിട്ട് അവർ മെനഞ്ഞെടുക്കുകയും ചെയ്തു. അതിലാണ് നമ്മുടെ ഇന്ത്യൻ സംസ്കാരം. നമ്മുടെ ഭരണഘടനയുടെ 55-ാം അനുച്ഛേദത്തിൽ പറയുന്നു, ദി സ്റ്റേറ്റ് ഷാൾ റെസ്പെക്ട് ദ ഹെറിഡിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ
നമ്മുടെ ഹെറിഡിറ്റിയെ, നമ്മുടെ പാരമ്പര്യത്തെ ബഹുമാനിക്കണം, വന്ദിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹെറിഡിറ്റി എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് സാൻസ്ക്രിറ്റ്. നമ്മുടെ വേദങ്ങൾ, വേദാന്തങ്ങൾ, ശ്രുതികൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാഹിത്യ സമുച്ചയം നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ ഉപജ്ഞാതാക്കൾ ഇവിടുത്തെ വലിയ മഹർഷിമാരാണ്. അവർ നേരിട്ട് ദൈവമായി പോലും സംവദിച്ച മനുഷ്യന്മാരാണ്. അതിന് പറ്റിയ വിധത്തിൽ അവർക്ക് ഒരു ആറാമത്തെ ഇന്ദ്രിയം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെഴുതിയതിൽ ചില അത്ഭുതങ്ങളൊക്കെ നമുക്ക് ഇന്നും കാണാം. ആ അത്ഭുതം നമ്മൾ വേണ്ടെന്ന് വെച്ചുകൂടാ. അതുകൊണ്ട് നമ്മൾ സംസ്കൃതം പഠിക്കണം. സംസ്കൃതം പഠിക്കാതെ ശരിയായ വിധത്തിൽ സുന്ദരമായും തെറ്റുകൂടാതെയും മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എന്താണ് നിങ്ങളത് പരസ്പര വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. വൈരാഗ്യമല്ല, വൈരമാണ്. വൈരം എന്ന് വെച്ചാൽ എനിമോസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ എനിമോസിറ്റി കാരണമാണ് വഴക്ക് നടന്നതും കൊല നടന്നതും എന്നാണ് പറയേണ്ടത്. വൈരാഗ്യം എന്ന് വെച്ചാൽ മഹർഷിമാർക്കുണ്ടാവുന്ന ഈ ലോകത്തോട് തന്നെ ഒരു പുച്ഛവും ലൗകികമായ എല്ലാറ്റിനോടും വിട പറയുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് വൈരാഗ്യം. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ എല്ലാവരും നമ്മളുടെ ചാനലിലടക്കം പല ചാനലിലും പ്രധാനപ്പെട്ട പത്രങ്ങളിലും എഴുതുന്നു എന്തോ വൈരാഗ്യം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല ഭാഷകൾ, നമ്മുടെ ഭാഷ ഇനിയും വളരെയധികം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. നമുക്ക് ശ്രേഷ്ഠ ഭാഷ പദവി കിട്ടിയെങ്കിലും നമ്മളുടെ ഭാഷ ഇപ്പോഴും കുറ്റമറ്റതായി തീർന്നിട്ടില്ല. ആയി തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ സാധിക്കുക? നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നടന്നത്, അവർ അതിന് പറ്റിയിട്ടുള്ള ഒരു വലിയ മഹാശയന്മാരുടെയും പണ്ഡിതന്മാരുടെയും എഡ്യൂക്കേഷണലിസ്റ്റും ചേർന്ന ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തു. ആ കമ്മിറ്റി അവർ ചില പുതിയ വാക്കുകൾ ഉണ്ടാക്കി. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ല, കല്ലൂരി എന്നേ പറയും. അങ്ങനെ എല്ലാം തമിഴായിട്ട് മാറി. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ മലയാളമാകാം. നമ്മുടെ മലയാളം ശുദ്ധീകരിക്കാം. മലയാളം നമ്മുടെ അമ്മയാണ്. ഒരു അടിച്ചുതെളിക്കാരി പോലെ ഇങ്ങനെ നിന്നാൽ പോരാ. അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഭൂഷണമല്ല. അതിനാദ്യമായിട്ട് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിന് ഈ നമ്മുടെ മലയാള ഭാഷയോടൊരു കൂറുണ്ടാവണം. അത് ഈ കൂറുള്ളവരുടെ ഒരു ഗവൺമെൻറ് ആയിരിക്കണം നമ്മുടെ. രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടി എന്തായാലും ശരി, അവർക്ക് മലയാള ഭാഷയോട് കൂറ് വേണം. അങ്ങനെയാണ് നമുക്ക് തമിഴ്നാട്ടിലും തെലുങ്കിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ രാഷ്ട്രീയമായിട്ട് എതിർച്ചേരിയിലുള്ളവരാണെങ്കിലും ഭാഷയുടെ കാര്യം വരുമ്പോൾ അവരൊന്നാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം വരുമ്പോൾ അവരൊന്നാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വരേണ്ടതാണ്. എം.ടി. വാസുദേവൻ നായർ ഈയിടെ പറഞ്ഞു, നമുക്ക് അധികം വർഷം കിട്ടുന്നുണ്ട്, ധാരാളം വെള്ളമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യക്കാരായിട്ടുള്ള അയൽവാസികൾക്ക് കുറച്ച് കൊടുത്താൽ എന്താ വിരോധമെന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യമാണത്. എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു ചോദ്യമാണ് എം.ടി. ചോദിച്ചത്. അതിലൊരു വിരോധവുമില്ല. അത് മടക്കി വെക്കേണ്ട കാര്യമില്ല, അവർക്ക് കൊടുക്കാം. ദാനം ചെയ്യാത്തവന് സമ്പത്തുണ്ടാവില്ല എന്ന് പറയും. സമ്പത്തെന്ന് വെച്ചാൽ പണം മാത്രമല്ലല്ലോ. വിദ്യാഭ്യാസം, സംസ്കാരം, ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഐശ്വര്യം നമുക്ക് കൈവരണമെങ്കിൽ ദാനം വേണം. ഈ ദാനമാണ് മനുഷ്യനെ സത്യത്തിൽ മനുഷ്യനാക്കുന്നത്. അതിൽ എൻ്റെ പങ്ക് ഞാൻ ചെയ്യുന്നു. അതാണ് എൻ്റെ കവിത, എൻ്റെ ഗാനങ്ങൾ. അതെല്ലാം ചോദിച്ചു നോക്കിയ ഒരു കാര്യം പറയാം. നമ്മുടെ ഹെറിഡിറ്റിയെ ബഹുമാനിക്കുന്നത് ആണ് ഞാൻ സംസ്കൃതത്തിൽ ചെയ്യുന്നത്. ഞാൻ സംസ്കൃതത്തിൽ തന്നെ ഗാനങ്ങൾ എഴുതി. സംസ്കൃതത്തിൽ ഗാനങ്ങൾ എഴുതിയ മറ്റൊരു കവിയും ഇന്ത്യയിലുണ്ടായിട്ടില്ല. അവരുടെ ഭാഷയിൽ തെലുങ്കിലോ തമിഴിലോ മറ്റോ എഴുതുന്നതിനിടയ്ക്ക് ഒരു സംസ്കൃത വാക്ക്, ഒരു വേദവാക്യം ഉപയോഗിച്ചു എന്ന് വരാം. അതല്ല ഞാൻ പറയുന്നത്. അടിമുതൽ മുടി വരെ ഒരു സംസ്കൃത ഭാഷയിൽ തന്നെ, ദേവഭാഷയിൽ തന്നെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ആൾ ഞാൻ മാത്രമേ ഉള്ളൂ.
തീർച്ചയായും സർ, നമുക്ക് കൂടുതലും ഭാഷയെക്കുറിച്ചുള്ള ഈ ഒരു സംസാരം തുടരാം. അതിനു മുൻപായി സംവിധായകൻ ശ്രീ ജയരാജ് സാറിന് പിറന്നാൾ ആശംസകൾ നേരാനായി നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ ജയരാജ്, താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ആദ്യമായിട്ട് എൻ്റെ പ്രിയ യൂസഫ് അലി സാറിന് എൻ്റെ എല്ലാ പിറന്നാൾ ആശംസകളും. പിന്നെ ഇത് എന്താണ് മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേരുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ 80 വയസ്സെന്നുള്ളത് അത്ര വലിയ പ്രായമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം 90കളിൽ മധുരി സുൽത്താൻപുരിയുടെ കൂടെ ഞാനൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചടുലത 95 വയസ്സ് കഴിഞ്ഞും അദ്ദേഹം കവിതകൾ എഴുതുന്ന, അല്ല സിനിമാ ഗാനങ്ങൾ എഴുതുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും യൂസഫ് അലിജിക്കും അതുപോലുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസ നേരുകയാണെന്ന്. പേരറിയാത്തൊരു നൊമ്പരത്തെ എന്ന ഗാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ അവസരത്തിൽ പറയാൻ കഴിയൂ? തീർച്ചയായിട്ടും. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ്. കാരണം 14 രാവിച്ചു തുടങ്ങി മലയാള സിനിമയിലെ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾക്ക് ഒരു തനതായ ഒരു വ്യക്തിത്വമുണ്ട്. കാരണം മലയാള ഭാഷയും സംസ്കൃതവും ഇതുപോലെ അറിയാവുന്ന ഒരു കവി എന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തെ വളരെ അപൂർവമാണ് അങ്ങനെ. കാരണം കാലം കഴിഞ്ഞാലും ഗാനങ്ങളുടെ ട്യൂണുകൾക്ക് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരുടെ അഭിരുചി അനുസരിച്ച് ഗാനങ്ങളുടെ സ്വഭാവത്തിന് അല്ലെങ്കിൽ മാറ്റം വന്നാൽ കൂടെ അതിലെ വരികള് കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യൂസഫ് അലിജിയുടെ കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വരികൾ. എന്റെ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള 30ഓളം സിനിമകളിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്റെ മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്നും മനസ്സിനെ സ്പർശിക്കുന്ന വരികളാണ് സ്നേഹത്തിലെ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. അപ്പൊ അത് കാലം കഴിയുന്തോറും അതിന്റെ അർത്ഥം നമ്മളെ മനസ്സിലോട്ട് കൂടുതൽ ആഴ്ന്നിറങ്ങുകയാണ്. അതുകൊണ്ട് വരികൾക്ക് അല്ലെങ്കിൽ വാക്കുകൾക്ക് മനസ്സിലേക്ക് വളരെയധികം ആഴ്ന്നിറങ്ങാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു കഴിവ് യൂസഫ് അലി സാറിനുണ്ട്. അത് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുകയും ചെയ്യും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജയരാജ്. നമ്മളുടെ ഈ ഒരു സംസാരം ഇനിയും ഒരുപാട് സമയം തുടരുന്നതാണ്. യൂസഫ് അലി സാറിലേക്ക് തന്നെ വീണ്ടും ചെല്ലുകയാണ്. സർ, സംസാരിച്ചുകൊണ്ടിരുന്നത് സംസ്കൃത ഭാഷയിൽ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെയായിരുന്നു. പക്ഷെ മലയാളം തന്നെ ഇപ്പം നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഷ പഠിക്കേണ്ടത് സ്കൂളുകളിലൊന്നും അത്രയ്ക്ക് നിർബന്ധമല്ല. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് പോലും 10ാം ക്ലാസ്സിൽ മലയാളം പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകായിരുന്നു. അപ്പോൾ മലയാളം തന്നെ പഠിക്കാൻ അവസരമില്ല, പഠിപ്പിക്കാൻ നല്ല ആൾക്കാരില്ല എന്നിരിക്കെ സംസ്കൃതം നമ്മളുടെ എത്രത്തോളം അടുത്താണുള്ളത്, അല്ലെങ്കിൽ സംസ്കൃതത്തിലേക്ക് ഒരാൾക്ക് എത്ര പെട്ടെന്ന് എത്താൻ കഴിയുന്നുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ? ഇന്നത്തെ സാഹചര്യത്തിൽ സംസ്കൃതത്തിൽ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ പല പണ്ഡിതന്മാരെ സമീപിച്ചു, എനിക്ക് സംസ്കൃതം പഠിക്കണം. അങ്ങനെ ഷാരിമാഷയുടെ അടുത്ത് ചെന്നു, ഡോക്ടർ KP നാരായണ പിഷാരടി. അദ്ദേഹം ചോദിച്ചപ്പോൾ എന്താ കുട്ടിയുടെ ഉദ്ദേശം? സംസ്കൃതം പഠിച്ചാൽ ഒരു കാര്യമില്ലല്ലോ, ശമ്പളവും കിട്ടില്ല, ഒരു ടീച്ചറായിട്ട് ഇരുന്നാൽ പോലും ബുദ്ധിമുട്ടാണ്, ടീച്ചർ അതിൻ്റെ ആവശ്യമില്ല, ആകെ കൂടി ഒരു സംസ്കൃത പണ്ഡിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് ചിലവ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മഹാകവി കാളിദാസനെ ഒറിജിനൽ തന്നെ ആസ്വദിക്കാവുന്ന വിധത്തിലൊരു സംസ്കൃത ജ്ഞാനം ഉണ്ടാക്കി തരണം, വരൂ ഞാൻ പഠിപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിനും ഹി വാസ് ഓൺലി എക്സൈറ്റഡ് എൻ്റെ പറച്ചിൽ കേട്ടിട്ട്. അങ്ങനെയാണ് ഞാൻ കേരളവർമ്മയിലെ എൻ്റെ ബിരുദ പഠനകാലത്ത് 4 കൊല്ലവും എല്ലാ ശനിയാഴ്ചയും 5 മണി മുതൽ അതിൻ്റെ ക്ലാസ് തീരുന്ന വരെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ക്ലാസ് അങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയാൽ ഞാൻ 8 മണി വരെ ഇരിക്കേണ്ടി വരും. അതിന് ഞാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ 4 കൊല്ലം കഴിയുമ്പോഴേക്കും സംസ്കൃതത്തിൽ ഒറിജിനലായിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സംസ്കൃത കൃതങ്ങളും വേദങ്ങളും വേദാന്തങ്ങളും ശ്രുതികളും ശാസ്ത്രങ്ങളും ഇതെല്ലാം ഞാൻ തന്നെ എടുത്ത് വായിച്ചു.
കുട്ടീഷന്മാരെ പോലുള്ള മഹാശയന്മാരുടെ വ്യാഖ്യാനങ്ങൾ വെച്ച് ഞാൻ കൂടുതൽ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് സംസ്കൃതം വഴങ്ങി. ഞാൻ സംസ്കൃതത്തിൽ പണ്ഡിതനായിട്ടില്ല ഇപ്പോഴും. ഞാൻ ഇപ്പോഴും സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ സംസ്കൃത ഭാഷ അത്രയും അവഗാഹമുള്ളതാണ്. നമ്മുടെ മഹാഭാരതം മുതലായിട്ടുള്ള പഴയ ലെജൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മളെ വലിയൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് കുറേ ജനങ്ങൾ ഇന്ത്യയിൽ ഇങ്ങനെ പശുക്കളെ പോലെ ജീവിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. സാംസ്കാരികമായിട്ടൊരു വിനിമയം ഇല്ലാത്ത കാലത്താണ് മഹർഷിമാർ ഈ സംസ്കൃതത്തിൻ്റെ ആവിർഭാവം കൊണ്ട് ഇന്ത്യയെ ഭാരതാംബയെ ഉണർത്തിയെടുത്ത് ഇതിനപ്പുറത്തൊരു ലോകമുണ്ട്, ആ ലോകത്തിലേക്ക് എത്തണമെങ്കിൽ ഒരു സംസ്കാരം നമ്മൾ വേറെ സംഘടിപ്പിക്കണം. ആ സംസ്കാരമാണ് സംസ്കൃത ഭാഷ. അതിനു മുമ്പ് വെറും മൃഗങ്ങളെപ്പോലെ ജീവിച്ചിരുന്നവർ ഒരു ചിന്താശീലരായി മാറിയത് അതുകൊണ്ടാണ്. നമുക്ക് പല പല ശാസ്ത്രങ്ങളും ലഭിച്ചു അതുകൊണ്ട്. ഇപ്പോൾ സൂര്യൻ എങ്ങനെ തിരിയുന്നു, എങ്ങനെ സൂര്യന് ചുറ്റും മറ്റ് ഗ്രഹങ്ങൾ തിരിയുന്നു, അത് തിരിഞ്ഞാൽ എന്തുണ്ടാകുന്നു, എങ്ങനെ ദിവസമുണ്ടാകുന്നു, എങ്ങനെ മിനിറ്റ് ഉണ്ടാകുന്നു, എങ്ങനെ മണിക്കൂറുണ്ടാകുന്നു എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടാൻ സാധിക്കും. നല്ല ജ്യോത്സ്യന്മാരെ വിളിച്ചാൽ അവർ കൃത്യമായിട്ടത് പറഞ്ഞു തരും. അത് ജ്യോത്സ്യന്മാർ മാത്രം പോരാ, നമുക്കും അതിൻ്റെ ബാലപാഠങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം അത് നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ ഹെറിഡിറ്റിയാണ്. അതാണ് ഭരണഘടനയിൽ 55-ാം ഘട്ടത്തിൽ പറയുന്നത്, ദി സ്റ്റേറ്റ് ഷാൾ റെസ്പെക്ട് ദ ഹെറിഡിറ്റി ഓഫ് ഇന്ത്യ. ആദ്യം എന്താണ് ഇന്ത്യ എന്നും ആ ഇന്ത്യയുടെ ഹെറിഡിറ്റി എന്താണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ വേദാന്തം, ശാസ്ത്രങ്ങൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള വലിയ ഒരു വിജ്ഞാന ശേഖരമുണ്ട്. ആ ശേഖരം നമ്മുടെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ സംസ്കൃതം വേണം. സംസ്കൃതം കൂടാതെ പറ്റില്ല. അതുകൊണ്ട് മാത്രമേ ഒരു ഭാരത സംസ്കാരം പിറന്നു വീഴൂ. അത് പിറന്നു വീണതാണ് അതിന് മുമ്പ് മഹർഷിമാരുടെ കയ്യിൽ മാത്രം അത് ഒതുങ്ങിക്കഴിഞ്ഞു. കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരന്ന് ആ ഭാഷ പഠിച്ചതും മറ്റതൊക്കെയല്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും വൈകിട്ടില്ല. നമ്മുടെ മലയാളത്തിനെയും സംസ്കൃതത്തിനോട് അടുപ്പിച്ച് നിർത്തുകയാണെച്ചെങ്കിൽ എൻ്റെ ഗുരു പറയാറുള്ളത് പോലെ സംസ്കൃത പരിജ്ഞാനം ഇല്ലാത്തൊരു മലയാളിക്കും മലയാള ഭാഷ സുന്ദരമായും തെറ്റുകൂടാതെയും കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. തീർച്ചയായും സർ, സമയപരിമിതി മൂലം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ചോദിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സാറിന്റെ സംസാരം ഞാൻ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. സാറിന് ഇപ്പോൾ ഒരുപാട് ഗാനങ്ങൾ, മലയാളികൾക്ക് ഒരുപാട് മികച്ച ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. 62 മുതൽ ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ദേശീയ തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 3 മലയാളി ഗാനരചയിതാക്കളിൽ ഒരാൾ കൂടിയാണ് സാറ്. ബാബുരാജ് മുതൽ ഗോപി സുന്ദർ വരെയുള്ള മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് ഒരു ഗാനരചന, ആ ഒരു രംഗത്തേക്കുള്ള വരവും അതിനെക്കുറിച്ച് ആ ഒരു ഗാനരചയിതാവെന്ന നിലയിലുള്ള സാറിൻ്റെ ഒരു അനുഭവങ്ങളും ഒക്കെ ഈ അവസരത്തിൽ പങ്കുവെക്കാമോ പ്രേക്ഷകരോട്? തീർച്ചയായിട്ടും. ആ കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ സ്മരിക്കുന്നത് ശ്രീ രാമു കാര്യാട്ടനെയാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ കവിതകൾ എഴുതാറുണ്ട്. അത് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സത്യമാണത്. അദ്ദേഹം എഴുതിയിരുന്ന കവിതകൾ അന്ന് ജയകേരളം എന്ന പത്രത്തിൽ, അന്ന് ഇന്നത്തെ ചെന്നൈയിൽ നിന്ന് മദ്രാസിൽ നിന്ന് അച്ചടിച്ച് വരാറുണ്ട്. അതിനെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എടുത്ത്, അധികം മാഗസിൻസൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. മാതൃഭൂമി കഴിഞ്ഞാൽ പിന്നെ വായിക്കാൻ പറ്റിയത് ഒന്നുമില്ലാത്ത കാലത്ത് ഈ ജയകേരളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത ഞാൻ വായിക്കും. എൻ്റെ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും അച്ചടിച്ച് വരും. അത് രാമു കൈരട്ടും വായിക്കും. അങ്ങനെ രാമു കൈരട്ട് മദ്രാസിൽ നിന്ന് തൃശ്ശൂരെത്തുമ്പോഴെല്ലാം അദ്ദേഹം തൃശ്ശൂരത്തിനടുത്തുള്ള ചേറ്റുവായിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ
പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ദിവസം, നിങ്ങൾക്ക് നന്നായിട്ട് കവിത എഴുതാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗാനവും നന്നായിട്ട് ഇടാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത പടത്തിൽ, മൂടുപടം എന്നൊരു പടത്തിൽ കുറേ പാട്ടുകളെല്ലാം ഭാസ്കർ മാഷ് എഴുതിയതാണ്, അതിലൊരു പാട്ട് താങ്കൾ എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഗുരു പി ഭാസ്കരൻ എൻ്റെ ഗുരുവാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മതം മേടിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നിങ്ങൾ എഴുതിക്കോളൂ. അങ്ങനെ ഞാനൊരു പാട്ട് എഴുതി. മൈലാഞ്ചി തോപ്പിൽ മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി, മൈക്കണ്ണാൽ കൽബില്ലാമിട്ട് കത്തിച്ച ബമ്പത്തി. മലപ്പാരോടൊപ്പം എൻ്റെ ഉമ്മയിൽ നിന്ന് ഞാൻ നൊട്ടി നുണഞ്ഞിട്ടുള്ള പഴയ മലയാള മാപ്പിളപ്പാട്ടുകളുടെ ശീലിൽ ഞാനൊരു പാട്ട് എഴുതി. അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. അങ്ങനെയാണ് ആ പാട്ടിൽ. ഒരു മുസ്ലിം ഒരു വള്ളം തുഴഞ്ഞു വരുമ്പോൾ പാടുന്ന പാട്ടാണത്. അത് എഴുതി. ആ പാട്ട് ശ്രീ ബാബുരാജ് തന്നെ ട്യൂൺ ചെയ്തു, ബാബുരാജ് തന്നെ പാടുകയും ചെയ്തു. ആ പാട്ട് അങ്ങ് പോപ്പുലറായതോട് കൂടിയിട്ട് എന്നെ പാട്ടെഴുതാൻ NN പിഷാരടി, ജയരാജൻ മുതലായിട്ടുള്ള പലരും എന്നെ ക്ഷണിച്ചു. അത് എൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു ജീവിതത്തിൽ. അങ്ങനെയാണ് ഞാൻ ഗാനരചനാ രംഗത്തെത്തിയത്. അപ്പോൾ ഞാൻ വളരെ ആഴത്തിൽ ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ജയരാജ് പറഞ്ഞ മാതിരി സാഹിർ ലുധിയാൻബി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടെഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് ഹിന്ദി. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിന്ദി പഠിച്ചു. അങ്ങനെ ആ സാംസ്കാരികമായിട്ടുള്ള ലെവലിലേക്ക് എത്തുന്ന പാട്ടുകൾ നമുക്ക് മലയാളത്തിലും വേണം എന്ന് വിചാരിച്ച് ഞാൻ മുന്നിട്ട് ഇറങ്ങി. അതിന് കുറേ സുഹൃത്തുക്കൾ, ജയരാജനെ പോലെയുള്ള കുറേ സുഹൃത്തുക്കൾ, ഹരിഹരനെ പോലെയുള്ള ചില സുഹൃത്തുക്കൾ, ചില സംവിധായകന്മാരെല്ലാം എന്നെ ആ കാര്യത്തിൽ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ 1962 മുതൽ ഗാനരചന ആരംഭിച്ചു. മാത്രമല്ല, പിന്നെ ഞാൻ സിനിമ സംവിധാനം പഠിച്ചു. ഫിലിം മേക്കിംഗ് ഫ്രം സ്ക്രിപ്റ്റ് ടു സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് ഇംഗ്ലീഷിൽ. അത് വായിച്ചപ്പോഴാണ് ഇന്നത്തെ കാണുന്ന ന്യൂ ജനറേഷൻ സിനിമയിൽ അതിൻ്റെ ഹരിശ്രീ പോലും ശരിയല്ല, അതിൻ്റെ വ്യാകരണം പോലും ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ന്യൂ ഏജ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സൂര്യൻ ഇന്നും നമ്മളെ ആകർഷിക്കുന്നു. കോടി കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള സൂര്യൻ അന്നത്തെ ജനങ്ങളെയും ആകർഷിച്ചു. അവർക്ക് വെയിൽ സമ്പാദിച്ചു. ആ സൂര്യരശ്മിയിൽ നിന്ന് എനർജി ജനങ്ങൾ നേടി. അതുപോലെ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഴയത് പുതിയതെന്ന് പറയാനുള്ള കാര്യമില്ല. നല്ലതോ ചീത്തയോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ. തീർച്ചയായും സർ, സിനിമകളിലേക്ക് ആ ഒരു വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. സാറിന് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് നമ്മളോടൊപ്പം പ്രശസ്ത ഗാനനിരൂപകൻ ശ്രീ TP ശാസ്തമംഗലം നമ്മോടൊപ്പം ചേരുകയാണ്. ഈ അവസരത്തിൽ എന്താണ് സാറിനോട് പറയാനുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് 80 വയസ്സായെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ രചനയ്ക്ക് ഇപ്പോഴും നല്ല യൗവനത്തിന്റെ തുടിപ്പാണുള്ളത്. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന് ആരോ വിളിച്ചു എന്നൊക്കെ എഴുതാൻ ഒരു വളരെ യൗവനയുക്തമായ മനസ്സുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. അവിടെയാണ് യൂസഫ് അലി കേച്ചേരി എന്ന ഗാനരചയിതാവിന്റെ, കവിയുടെ വിജയം എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ആ ഗാനങ്ങളുടെ ആഴം, വളരെ ലളിതമാണ് വരികൾ, പക്ഷേ ആ വരികൾക്കുള്ളിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ആശയത്തിന്റെ ആഴം വളരെ വലുതാണെന്ന് നിഷ്പക്ഷനായി നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. കണ്ണീർ മഴയത്ത് ചിരിയുടെ കുടചൂടി എന്ന ജോക്കറിലെ ഗാനം കേൾക്കുമ്പോൾ അതിലപ്പുറം നന്നായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഒരാൾക്ക് എഴുതാൻ പറ്റും. ജോക്കർ എന്ന് പറയുന്ന നമ്മളെ ചിരിപ്പിക്കാൻ നിർബന്ധനായ ഒരു അഭിനേതാവ്, അല്ലെങ്കിൽ ആ സർക്കസ് കൂടാരത്തിലെ തന്റെ ഉള്ളിലെ
ദുഃഖമെല്ലാം ഒതുക്കി വെച്ച് കാണികളെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പെരുമാറാൻ നിർബന്ധനാവുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയ ആ സിനിമയ്ക്ക് വേണ്ടി ഇതിലും നന്നായി എഴുതാൻ പറ്റുകയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് വീണ്ടും അവാർഡ് കിട്ടാൻ പോലും യോഗ്യമായ ഗാനമാണത്. ജോക്കറിലെ കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി എന്ന്. അതിനകത്ത് അങ്ങനെ മാത്രമല്ല, ഈ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് സംസ്കൃതത്തിന്റെ എല്ലാ വശങ്ങളും, നമ്മുടെ ഗാന സംസ്കാരം മാത്രമല്ല മലയാളിയുടെ സംസ്കാരം തന്നെ ഏറ്റവും കൂടുതൽ ആർജിച്ചിട്ടുള്ള ഒരു കവിയാണ് യൂസഫ് അലി കേച്ചേരി. അപ്പൊ അതിന്റെ ഒരു ഗുണം, ഭാരതീയരുടെ സംസ്കാരം ഇന്നതാണ് എന്ന് ലോകത്തിന് അറിയിച്ച, സംസ്കൃത ഭാഷ നന്നായി അറിയാവുന്ന കവി എന്ന നിലയിൽ അദ്ദേഹം സംസ്കൃതത്തിൽ പോലും ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗാനങ്ങൾ പോലും അതുല്യങ്ങളാണ്. വേറെ ആരും അങ്ങനെ സംസ്കൃതത്തിൽ ഗാനങ്ങൾ എഴുതിയിട്ടില്ല. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയത് പോലും ഒരു സംസ്കൃത ഗാനത്തിനാണ്. അപ്പോൾ അത് തന്നെ അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ട ഒരു സവിശേഷതയാണ്. ഈ 80-ാം വയസ്സിൽ അദ്ദേഹം 80 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ മലയാളികൾക്ക് ഇനിയും ധാരാളം അതുപോലെയുള്ള അമൂല്യങ്ങളായ ഗാനങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തിന്റെ രചനാപരമായി ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എളിയ ആസ്വാദകനാണ് ഞാൻ. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായും വളരെ നന്ദി ശ്രീ ടി പി ശാസ്തമംഗലം. സാറിന്റെ ഗാനങ്ങൾ നോക്കുമ്പോൾ, ഗാനങ്ങളാണെങ്കിലും കവിതകളാണെങ്കിലും ഒരു കൃഷ്ണഭക്തിയുടെ സാന്നിധ്യം അതിനകത്ത് ഒരുപാടായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് മികച്ച ഗാനങ്ങൾ, അത്തരത്തിൽ മികച്ച ഗാനങ്ങളും കവിതകളും മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷ്ണഭക്തിയെക്കുറിച്ച് എന്താണ് സാറിന് ഈ അവസരത്തിൽ പറയാനുള്ളത്? കൃഷ്ണഭക്തി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ആദരവ് അദ്ദേഹത്തിൻ്റെ. ഞാനൊരു ആദർത്താവാണ് കൃഷ്ണൻ്റെ. കൃഷ്ണനോ മുഹമ്മദ് നബിയോ യേശുക്രിസ്തുവോ ഒന്നും ദൈവങ്ങളല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർ ദൈവത്തോളം ഉയർന്ന മഹാത്മാക്കളാണ് എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് അവർ മനുഷ്യന്മാർക്ക് പല ഉപകാരങ്ങളും മനുഷ്യരൂപത്തിൽ വന്നിട്ട് പല വെളിച്ചങ്ങളും നൽകി നമ്മൾ അന്ധന്മാരുടെ അന്ധത മാറ്റിയിട്ടുണ്ട്. കൃഷ്ണനും മുഹമ്മദ് നബിയും യേശുക്രിസ്തുവുമല്ല. അതുകൊണ്ട് കൃഷ്ണഭക്തി എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ കൃഷ്ണൻ്റെ ആദർത്താവാണ്. ഞാൻ ശരിക്കും ആരാധിക്കുന്നത് ദൈവത്തെ മാത്രമാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൃഷ്ണനും മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും അതുപോലെ നമ്മളിപ്പോൾ ദൈവങ്ങളെപ്പോലെ ആരാധിക്കുന്ന പലരുമുണ്ട്. അവരൊന്നും അവരല്ലാതെ മറ്റാരുമല്ല. ഒരു മർത്യയോനിയിലൂടെ അവർ ജനിച്ച് വന്ന് മരണം രുചിച്ചവരാണ് അവരെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളവരൊന്നും ദൈവങ്ങളാവില്ല, അത് ഉറപ്പാണ്. ജനനമോ മരണമോ ഇല്ലാത്ത ഒരു മഹാശക്തിയാണ് ദൈവം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ മനുഷ്യന്മാരായിട്ട് ഈ ഭൂമിയിൽ കാല് വെച്ച് നടന്നിട്ടുള്ളവരിൽ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ആൾക്കാരിൽ ഒരാളാണ് ശ്രീകൃഷ്ണൻ. അത് ഞാൻ ആരാധിക്കുന്ന രീതി അന്ധമായിട്ടുള്ള ആരാധനയല്ല. മനുഷ്യന് വെളിച്ചം നൽകി. കണ്ണില്ലാത്തവർക്ക് പോലും കണ്ണുണ്ടാക്കി കൊടുത്തിട്ട് വെളിച്ചവും കൊടുത്തു. കണ്ണില്ലാത്തവന് കുറച്ച് വെളിച്ചം കാണിച്ചു കൊടുത്തിട്ടുണ്ട് കാര്യം. ഈ കണ്ണ് എങ്ങനെ ഉണ്ടാക്കാം, അത് ആറാമത്തൊരു ഇന്ദ്രിയം പടച്ചെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ശ്രീകൃഷ്ണൻ പല ഘട്ടങ്ങളിലും വാങ്മയമായും ആംഗികമായും അദ്ദേഹം കാണിച്ചു കൊടുത്തു, തെളിച്ചു. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഈ കർണൻ്റെ തേര് മഴ പെയ്തപ്പോൾ വെള്ളത്തിൽ കൊണ്ടുപോയി, ചെളിയിൽ കൊണ്ടു. അപ്പോൾ അവിടുന്ന് എഴുതി അന്നത്തെ യുദ്ധത്തിൻ്റെ നിയമം അനുസരിച്ച് അർജുനനപ്പുറത്ത് യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണനാണ് അർജുനൻ്റെ തേര് നിൽക്കുന്നത്. ചാടി എഴുന്നേറ്റിട്ട് ആ ചക്രം പൊന്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് തെറ്റാണ്, ഇവരുടെ സാങ്ഷൻ വേണം.
അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ തേരൊന്ന് ഉയർത്താൻ കുറച്ച് സമയം എനിക്ക് തരണം എന്ന് പറഞ്ഞു. ഞാൻ തരാം എന്ന് പറയാൻ ഭാവിക്കുകയാണ് അർജുനൻ. ഉടനെ ശ്രീകൃഷ്ണൻ പറഞ്ഞു, പാടില്ല, ഇതാണ് തഞ്ചം, അതല്ലെങ്കിൽ നിനക്ക് കർണനെ ജയിക്കാൻ സാധ്യമല്ല, അടിച്ചോ. അവൻ അമ്പ ചെയ്തു, കർണൻ്റെ കഥ കഴിഞ്ഞു. ഇതൊക്കെ ജീവിതത്തിൽ വിജയിക്കേണ്ടതിൻ്റെ ചില അതിൽ പാപമുണ്ടോ പുണ്യമുണ്ടോ എന്ന് നോക്കുന്നത് അപ്പുറത്ത് കിടക്കുന്ന മഹത്തായ പാപങ്ങളെ ഒന്നിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം 5 വീടെങ്കിലും ഞങ്ങൾക്ക് തരണം, ഇല്ലെങ്കിൽ ഒരു വീടെങ്കിലും ഞങ്ങൾക്ക് 5 പേർക്കും തരണം എന്ന് പറഞ്ഞിട്ടുള്ള ആ മഹാഭാരത യുദ്ധത്തിൻ്റെ ആദ്യത്തിൽ അദ്ദേഹം നെയ്തു വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ. അപ്പോൾ വ്യാസ മഹർഷി അത് എത്ര ഭംഗിയായിട്ട് ചെയ്യും. തീർച്ചയായും സർ, സാറിന് പിറന്നാൾ ആശംസകൾ നേരുന്നതിനായിട്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ഹരിഹരൻ നമ്മോടൊപ്പമുണ്ട്. ശ്രീ ഹരിഹരൻ, എന്താണ് ഈ അവസരത്തിൽ സാറിനോട് പറയാനുള്ളത്? ഞാനത് ഇന്നലെ തന്നെ യൂസഫ് അലിയെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ചു കഴിഞ്ഞു. ആദ്യം തന്നെ ഒരു പക്ഷേ ഞാൻ തന്നെ ശരിക്കും അറിയിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് മലയാള ഭാഷയ്ക്ക് ലഭിച്ചിട്ടുള്ള ഒരു പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത് യൂസഫ് അലിയെ. അദ്ദേഹം ഒരു സിനിമാ ഗാനരചാവ് മാത്രമല്ല, എത്രയോ കവിതകൾ, ഭാവനാസമ്പന്നമായിട്ടുള്ള കവിതകൾ, കവിതാ സമാഹാരങ്ങൾ മലയാളികൾക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, അമൃത്, മുഖപടമില്ലാതെ, ആലില, കഥയെ പ്രേമിച്ച കവിത തുടങ്ങിയിട്ട് എത്രയെത്ര പുസ്തകങ്ങൾ, എത്രയെത്ര മനോഹരമായ കവിതകളാണ്. അതൊക്കെ വായിച്ചിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. ഓർമ്മയ്ക്ക് താലോലിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരഞ്ഞെടുത്ത കവിതകൾ, ഇതൊക്കെ എനിക്ക് അയച്ചു തരും, ഞാൻ വായിക്കും. നമ്മളത് വായിച്ച് ആസ്വദിക്കുക. അദ്ദേഹത്തെ പോലൊരു മലയാള സാഹിത്യത്തിൽ മാത്രമല്ല, ഭാഗൻ മാത്രമല്ല, നമ്മളുടെ മലയാളികളുടെ ഇന്ത്യൻ സംസ്കാരവും പുരാണവും ചരിത്രവും എല്ലാം നല്ലോണം പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതൻ കൂടിയാണ് യൂസഫ് അലി കച്ചേരി. അദ്ദേഹത്തിന് ഇനിയും എത്രയോ സംഭാവനകൾ ചെയ്യാനുള്ള ആയുരാരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ കവിതകളും ഗാനങ്ങളും മലയാള ഭാഷയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ സാന്നിധ്യം എക്കാലം ഉണ്ടാവും. എങ്കിൽ പോലും ഇനിയും പോരാ. യൂസഫ് അലിയിൽ നിന്ന് ഇനിയും നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. അതിനുള്ള ആയുരാരോഗ്യം അദ്ദേഹത്തിന് ഭഗവാൻ ഈശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മതേതരം എന്നൊക്കെ പറയുമെങ്കിൽ പോലും മതേതരത്തിന്റെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ യൂസഫ് അലിയെ കാണുന്നത്. എല്ലാ മതങ്ങളെ കുറിച്ചും നല്ല പാണ്ഡിത്യമുണ്ട്, അറിവുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മതങ്ങളിൽ നിന്നൊക്കെ അതീതമായി ഒരു മഹാമനുഷ്യനായി ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാവട്ടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ കാലത്ത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായും ഒരു കാര്യം കൂടി, കൃഷ്ണകൃപാസാഗരം എന്നുള്ള ഗാനം ഇന്നും മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഗാനമാണ്, എന്നും നിൽക്കുന്ന ഒരു ഗാനമാണ്. ആ ഒരു ഗാനത്തിനെ കുറിച്ച് എന്താണ് പറയാൻ? കൃഷ്ണകൃപാസാഗരം മാത്രമൊന്നല്ല, സർഗത്തിലെയും ഞാൻ സംവിധായകനായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് ആദ്യമായിട്ട് ഞാൻ യൂസഫ് അലിയെ പരിചയപ്പെടുന്നത് കാർത്തിക എന്ന ചിത്രത്തിന്റെ റെക്കോർഡിംഗ് വേളയിൽ ബാബുരാജ് ആയിരുന്നു മ്യൂസിക് ഡയറക്ടർ. ഇക്കരെയാണ് താമസം, അക്കരെയാണ് എന്റെ മാനസം എന്നൊരു പാട്ട് എഴുതി. അപ്പോൾ അന്ന് തന്നെ എനിക്ക് യൂസഫ് അലി എന്താണെന്ന് ആ ഒരു പാട്ടിൽ നിന്ന് അന്ന് തന്നെ ഞാൻ മനസ്സുകൊണ്ട് കണക്കാക്കിയതാണ്. അതിനുശേഷം നിരവധി ഞാൻ സംവിധായകനായി ജോലി ചെയ്തിട്ടുള്ള കൃഷ്ണൻ നായരുടെയും മറ്റും ചിത്രങ്ങളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ബാബുരാജ്, ദേവരാജ് മാഷൊക്കെ സംഗീതം നൽകിയിട്ടുള്ള ഒട്ടേറെ ഗാനങ്ങൾ. അതിനുശേഷം ഞാൻ സംവിധായകനായ ശേഷം ചരവഞ്ചരം, ലാവ, പരിണയം, സർഗം തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഒന്നാന്തരം ഭാവനാസമ്പന്നമായ എന്ന് തന്നെ വേണം പറയാം. യൂസഫ് അലിയുടെ പാട്ടുകളൊന്നും സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നില്ല, ഭാവനയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പൊ കൃഷ്ണകൃപാസാഗരം എന്നുള്ള പാട്ടിനെ പറ്റി എനിക്ക് വളരെയധികം പറയാനുണ്ട്. കാരണം ആ തമ്പുരാട്ടി വേദന സഹിക്ക വയ്യാതെ കിടന്ന് പൊളയുമ്പോൾ ഒരു പാട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം എഴുതിയത്, ആ സാഹചര്യത്തിൽ ഈശ്വരനല്ലാതെ രക്ഷയില്ല,
എന്ന് തുടങ്ങുന്ന വരി സത്യത്തിൽ ഈ രോമാഞ്ചണ്ടായി. അദ്ദേഹം ആ പാട്ട് കൃഷ്ണകൃപാസാഗരം ജനിമോക്ഷകരം ഇതൊക്കെ എവിടുന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത് പദങ്ങൾ എന്നൊക്കെ അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് അപൂർവ സിദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. അതുപോലെ തന്നെ സംഗീതമേ അമരസല്ലാപമേ ആന്തോളനം സർഗത്തിലെ ഏത് പാട്ടിനെ എല്ലാ പാട്ടിനെയും നമ്മൾ അങ്ങനെ എടുത്ത് പറയേണ്ടി വരും. അതുപോലെ തന്നെ പരിണയത്തില്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്ന് പറയുന്നത് സിദ്ധിയാണ്. ഓരോരുത്തർക്കും ആ സിദ്ധി അതാണ്. നമ്മൾ അതിന് പ്രായമില്ല. അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ഈ സിദ്ധിക്ക് പ്രായമില്ല. അത് ജീവിതകാലം മുഴുവൻ ഈശ്വരൻ കൊടുക്കുന്ന ആ സിദ്ധി ആളുകൾക്ക് ഉണ്ടാവും. അത് ചെറുപ്പക്കാരനെന്നോ അല്ലെങ്കിൽ വൃദ്ധനെന്നോ എന്നുള്ള പ്രത്യേകത ഇല്ല. അതാണ് നമ്മളൊക്കെ പഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകളെ ജീവചരിത്രവും അദ്ദേഹം അവരുടെ ഈ രചനകളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഇതിന് നമ്മൾ സിദ്ധിയാണ്. പിന്നെ പഠിക്കുക. യൂസഫലിക്ക് എത്രയോ വായിച്ച് പഠിച്ച് മലയാള സാഹിത്യം മാത്രമല്ല, ഇന്ത്യൻ സാഹിത്യം മാത്രമല്ല, ലോക സാഹിത്യം തന്നെ വളരെയധികം വലിയ മഹാന്മാരുടെ രചനകളൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതൊക്കെ അങ്ങനെയുള്ള വ്യക്തികളെ, യൂസഫലി പോലുള്ള വ്യക്തികളെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ തലമുറയ്ക്കൊരു പാഠമാകട്ടെ എന്നാണ് ഈ 80ാം പിറന്നാൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഹരിഹരൻ, ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം സംസാരിച്ചതിന്. വീണ്ടും യൂസഫലി സാറിലേക്ക് വരികയാണെങ്കിൽ എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യമായിട്ട് കവിത പ്രസിദ്ധീകരിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 54-ലാണ് എന്ന് കരുതുന്നു, കൃതാർത്ഥൻ ഞാനെന്ന കവിത. അപ്പൊ ബാലപംക്തിയിൽ നിന്ന് ഒരു മുതിർന്ന കവിയിലേക്കുള്ള ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? അത് മാത്രമല്ല, ശ്രീ ജോസഫ് മുണ്ടശ്ശേരിയും ഡോക്ടർ സുകുമാർ അഴീക്കോടും പോലുള്ളവർ അവതാരിക എഴുതുന്ന നിലയിലേക്കുള്ള ഒരു കവിയായി മാറിയത്, ആ ഒരു പീരീഡിനെ കുറിച്ചൊന്ന് സാർ പറയാമോ? ഡോക്ടർ കെ പി നാരായണ പിഷാരടി എനിക്ക് അവതാരിക എഴുതിയിട്ടുണ്ട്. മഹാപണ്ഡിതനാണ് അദ്ദേഹം വെറുതെ ഒന്നും ഒരു കാര്യം എഴുതുകയില്ല, പറയുകയില്ല. അതുപോലെ തന്നെ പ്രൊഫസർ മുണ്ടശ്ശേരി. എൻ്റെ ആദ്യത്തെ പുസ്തകം സൈനബ എന്ന് പറഞ്ഞു ഉത്തർപ്രദേശിൽ നടക്കുന്ന ഒരു കഥയാണത്. കൊള്ളക്കാരുടെ ഇടയിൽ നടക്കുന്നൊരു സംഭവമാണ്. ആ ഒരു മാനസികമായിട്ടുള്ള പരിണാമം ആ കള്ളന്മാർക്ക് വരുന്നതാണ് ആ കഥ ഞാൻ കവിതയാക്കി സൈനബ. അതുപോലെ തന്നെ സുകുമാർ അഴീക്കോട്, മറ്റു പലരും എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. 22 പുസ്തകങ്ങൾ ഞാൻ ഇറക്കി. 21 എണ്ണം ഇറങ്ങിക്കഴിഞ്ഞു. 22ാമത്തത് അടുത്ത ആഴ്ച ഇറങ്ങും. അതെൻ്റെ ഗുരുവിനുള്ള ഒരു ഡെഡിക്കേഷനാണ്. ഗുരുബ്രഹ്മം എന്നാണ് ആ കവിതാ സമാഹാരത്തിൻ്റെ പേര്. അത് അടുത്ത ആഴ്ച കേരളീയർക്ക് വായിക്കാറാവും. അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഈ 80ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞിട്ടില്ല. ഞാൻ കവിതയിൽ, നിയമത്തിൽ, ഞാനൊരു അഡ്വക്കേറ്റാണ്. ഇന്ത്യൻ നിയമത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും എല്ലാം ഞാൻ കൃതസ്ഥത നേടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നു, ദി സ്റ്റേറ്റ് ഷാൾ റെസ്പെക്ട് ദ ഹെറിഡിറ്റി ഓഫ് ഇന്ത്യ. അത് എനിക്ക് ഒരു വേദവാക്യം പോലെ എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നതാണ്. കാരണം അതുകൊണ്ട് അപ്പം എന്താണ് നമ്മളുടെ ഹെറിഡിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് നമ്മുടെ വേദാന്തങ്ങൾ, നമ്മുടെ അങ്ങനെ ഉപനിഷത്തുകൾ, അങ്ങനെ ഒരു ശാസ്ത്രങ്ങൾ, ഇതെല്ലാം സംസ്കൃതത്തിലാണ്. അപ്പോൾ ആ സംസ്കൃതത്തിന് മാറ്റി വെച്ചുകൊണ്ട് ഒരു മലയാളിക്കോ തമിഴനോ ഹിന്ദിക്കാരനോ ജ്ഞാനിയാകാനൊക്കെയില്ല. കാരണം നമ്മുടെ മൂലം കെടുക്കുന്നത് അവിടെയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അതാണ് ഞാനും ശാരി മാഷുമായിട്ടുള്ള അടുപ്പം ഉണ്ടാവാനുള്ള കാരണം. ശാരി മാഷ് 4 കൊല്ലം എന്നെ സംസ്കൃതം പഠിപ്പിച്ചു. ഞാൻ BA പഠിക്കുന്ന കാലത്ത്
അദ്ദേഹം എല്ലാ ശനിയാഴ്ചയും 5 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തയ്യാറായിരിക്കും. ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂറൊക്കെ അദ്ദേഹം നിർത്താതെ പ്രസംഗിച്ച് എന്നെ സംസ്കൃത കവിതയും സംസ്കൃത സാഹിത്യവും നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി അദ്ദേഹം എന്നെ അടുപ്പിച്ചു. ഈ പക്വമായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഞാൻ എഴുതുന്നതല്ല. അതാണ് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഹരിഹരൻ എന്നെക്കുറിച്ച് പറഞ്ഞല്ലോ, ഈ മതമില്ലാത്ത മനുഷ്യൻ എന്നാലോ എല്ലാ മതത്തെയും ബഹുമാനിക്കുന്ന മനുഷ്യൻ. ഇതാണ് അതിൻ്റെ രഹസ്യം. സർ, ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സിനിമയുടെ മാത്രം കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, അതിലുപരി കവിയാണ്. ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതിൽ സാറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഏറ്റവും കൂടുതൽ ഒരു തൃപ്തി തരുന്ന മേഖലയിലേക്ക് നമുക്കിനി കടന്നു ചെല്ലാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെയുണ്ട്. നമ്മളോടൊപ്പം ആശംസകൾ നേരാനായി ശ്രീ മോഹൻ സിത്താര ചേരുകയാണ്. സാർ, എന്താണ് ഈ അവസരത്തിൽ യൂസഫ് അലി സാറിനോട് പറയാനുള്ളത്? എന്റെ ലൈഫിൽ എനിക്ക് സംഗീത ലോകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ സാറിന്റെ കൂടെ സാധിച്ചു. പ്രത്യേകിച്ചും സാറിന്റെ ക്യാരക്ടറാണ് എന്നെ കൂടുതൽ സാറിനെ ആകർഷിച്ചത്. സാറിന് ഒരുപാട് വർഷങ്ങൾ ഇന്നും പിന്നെ രചിതമായിട്ട് നല്ല കവിയായിട്ട് ഇന്നും ഒരുപാട് കാര്യങ്ങളോളം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ശ്രീ മോഹൻ സിത്താര. യൂസഫ് അലി സാറിലേക്ക് വീണ്ടും വരാണെങ്കിൽ, സാർ, ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, ഏറ്റവും കൂടുതൽ തൃപ്തി എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു മനസ്സ് നിറഞ്ഞ് ഒരു സന്തോഷം തോന്നുന്നത്? കവിത എഴുതുമ്പോഴാണ് ഞാൻ ഒരു തപസ്വിയാണെന്ന് സ്വയം തിരിച്ചറിയുന്നത്. തപസ്സാണ് ഒരു സാധാരണ മനുഷ്യനെ മഹർഷിയാക്കി മാറ്റുന്നത്, മഹാത്മാവാക്കി മാറ്റുന്നത്. അതുപോലെ ഈ കവിത, ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്ന് പറയും ചിലർ. എന്താ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണോ? അല്ല. ആ സമയത്തും എനിക്ക് ഈ നീലമേഘങ്ങൾക്ക് ഇടയിലൂടെ ഒരു വർണ്ണക്കുമിള അങ്ങനെ താഴോട്ടിറങ്ങി വരുന്നൊരു പ്രതീതി എനിക്ക് തോന്നാറുണ്ട്. ആ കുമിള ഇറങ്ങി വന്നിട്ട് എൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ വരുമ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റ് ആ കുമിളയെ പിടിക്കും. പിന്നീട് ആ കുമിളയെ താലോലിച്ച് അതിനെ പൊരുന്നിരുന്ന ഒരു കോഴിയെപ്പോലെ അത് വിരിയിക്കും. ആ വിരിയിക്കുന്നതാണ് എൻ്റെ കവിത. ഇത് ഏറെക്കുറെ പറയാം, ഇത് അബോധമായ മനസ്സിൻ്റെ പ്രവൃത്തി കൂടിയാണ്. ആദ്യം തുടങ്ങുന്ന കാലത്ത് ഒരു വരി എഴുതി അതിനോട് പിന്നെ പ്രാസമുള്ള വേറൊരു വരി ഉണ്ടാക്കണം എന്നുള്ള മോഹങ്ങളൊക്കെയാണ്. അതൊക്കെ പോകും. അതൊക്കെ പോയിട്ട് അബോധ മനസ്സിൽ നിന്ന് ഈ എട്ടുകാരിയുടെ വായിൽ നിന്ന് നൂലിറങ്ങി വരുന്നത് പോലെ എന്നിൽ നിന്ന് ഞാൻ അറിയാതെ ഒരു സ്രോതസ് ഇങ്ങനെ വരികയാണ്, ഒരു ജ്യോതിസ് വരികയാണ്. അതാണ് എൻ്റെ കവിത. ആ കവിതയിലാണ് ഞാൻ ഏറ്റവും അധികം രമിച്ചിട്ടുള്ളത്. എനിക്ക് 80 വയസ്സായിട്ട് ഇന്നും എനിക്ക് ആരോഗ്യത്തിന് കുഴപ്പങ്ങളൊന്നും കൂടാതെ കഴിയാനുള്ള കാരണവും അത് തന്നെയാണ്. എൻ്റെ ഉപ്പ മരിച്ചത് 51-ാമത്തെ വയസ്സിലാണ്. 51-ാമത്തെ വയസ്സിലാണ്. എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചത് 52-ാമത്തെ വയസ്സിലാണ്. എന്നാൽ എനിക്ക് ഒരു ബോണസായിട്ട് ഇത്രയധികം ദീർഘായുസ് ദൈവം തന്നിരിക്കുന്നത് വെറുതെ അല്ല. എന്തൊരു മിഷൻ ഞാൻ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഇനിയും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ജീവിതം തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായും സർ, നമുക്ക് സമയപരിമിതി മൂലം ഈ ഒരു സംസാരം ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞാൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നമ്മളോട് സംസാരിച്ചത് സംസ്കൃതത്തെക്കുറിച്ചും സംസ്കൃതം അറിയേണ്ടതിനെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ മൗലികമായ ഉത്തരവാദിത്തം, കർത്തവ്യം 51A പറയുന്ന നമ്മുടെ പൈതൃകം സംരക്ഷിക്കുക,
എന്നുള്ള കാര്യമൊക്കെയാണ്. എന്നാലും ഒന്ന് ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സാറിന് പ്രേക്ഷകരോട് പറയാനുള്ളത്? കൈരളി പ്രേക്ഷകരോട് എനിക്ക് എന്നും സ്നേഹവും ബഹുമാനവുമാണുള്ളത്, പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസിനോട്. അവരോടൊക്കെ എനിക്ക് എന്നും ഒരു ആളെ അദ്ദേഹം മുഷിപ്പിക്കില്ല. കൈരളി രസിപ്പിക്കുക മാത്രമേ ഉള്ളൂ, അനുരഞ്ജനം മാത്രമാണ് കൈരളിയുടെ ലക്ഷ്യം. അതോടൊപ്പം ഇത്തിരി വിദ്യാദാനവും ചെയ്യാൻ കൈരളി മറക്കാറില്ല. അതുകൊണ്ട് മറ്റ് ചാനലുകളെ വെച്ച് എനിക്ക് എന്തോ അറിയാത്ത എൻ്റെ മനസ്സ് സ്നേഹിച്ചു പോകുന്ന ഒരു ചാനലാണ് കൈരളി. ആ കൈരളിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഇനിയും വികസിച്ച് വരട്ടെ. ഇനിയും ജോൺ ബ്രിട്ടാസ്മാർ അതിൽ നിന്നുണ്ട് ഉടലെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായും ഒരുപാട് നന്ദി സാർ, ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. തീർച്ചയായും ബി പോസിറ്റീവിന് ഇന്നത്തെ എപ്പിസോഡ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു എപ്പിസോഡായിരുന്നു, ഒരു അനുഗ്രഹമായി തന്നെ കരുതുന്നു. കൈരളിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും മറക്കാനാവാത്ത ഒരു ദിവസമായിരിക്കും ഇത് എന്ന് വിശ്വസിക്കുകയാണ്. വളരെ നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. അതോടൊപ്പം എല്ലാവിധ ആശംസകളും ജന്മദിന ആശംസകളും നേരുകയാണ്.